ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവാതെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. നമുക്ക് ഈ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് വറ്റൽമുളക്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ബാക്കി കുറച്ച് പൊടികളും. ഒരു മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക്, ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി. നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഏത് മീനായാലും കുഴപ്പമില്ല, ഏത് മീനെടുത്താലും ഇത് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം കിളിമീനാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കുക. ഇത് വേണം, നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ മീൻ വറുക്കുന്ന സമയത്ത് ചിക്കൻ മസാലയും അല്ലെങ്കിൽ മീറ്റ് മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, ഒരു അല്പം വിനാഗിരി, ഇതിലേക്ക് കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ റവയോ ചേർക്കാം. ഇത് ചേർത്താൽ കുറച്ചുകൂടെ ക്രിസ്പി കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മീനിൽ നന്നായി മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. മീനിൽ നന്നായി മാഗ്നേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്കൊരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നന്നായിട്ട് വറുത്തെടുക്കുക. നിങ്ങളുടെ കൈവശമുള്ള ഏത് മുളക് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി എടുക്കാം. ഞാനിവിടെ കാശ്മീരി ഇല്ലാത്തത് കൊണ്ട് സാധാ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെല്ലാം തന്നെ മീനൊക്കെ വറുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് മീനിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുക്കാതെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാതെ മിക്സിയിൽ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ടേസ്റ്റും കൂടും. ഓക്കെ, താങ്ക് യു.